ഇന്നെനിക്കൊരു സ്പെഷ്യൽ ട്രിപ്പ് ഡ്യൂട്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോലെയുള്ള സ്റ്റോപ്പുകൾ വളരെ കുറവുള്ള ഒരു ട്രിപ്പ്. ഈ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് മെയിൻ സ്റ്റാൻഡിൽ വരുമ്പോൾ ബ്രേക്ക് കിട്ടാറുണ്ട്. ആ ബ്രേക്കിൻ്റെ ടൈമിലാണ് ഞാൻ ഇവൻ്റെ വൈപ്പർ വാഷ് ഒന്ന് നോക്കുന്നത്. വെള്ളമുണ്ട്, പക്ഷേ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പണി തരാറുണ്ട്. ഇത് മാൻ ബ്രാൻഡിൻ്റെ ഒരു ബസ്സാണ്. മാനുഫാക്ചർ പറയുന്നതനുസരിച്ച് ഏകദേശം 41 പാസഞ്ചേഴ്സിന് ഇരുന്ന് പോകാനും അതേപോലെ 43 പേർക്ക് നിന്ന് പോകാനും അതേപോലെ ഒരു വീൽ ചെയറും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ്. പക്ഷേ മിക്ക ട്രിപ്പുകളിലും 10 പേര് പോലും കാണാറില്ല. ചിലപ്പോഴൊക്കെ എം ടി ആയിട്ട് ആരുമില്ലാതെ തുടങ്ങുന്നിടം മുതൽ അവസാനിക്കുന്നിടം വരെ കൃത്യമായി ഓടണം. ആള് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ പ്രസക്തമല്ല. ഒരാളും ഇല്ലെങ്കിൽ പോലും നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടൈമിൽ ആ ബസ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിരിക്കണം. അതിന് മുന്നേ പോയാൽ വേറെ ഫൈന് പിന്നാലെ വരും. ഇതേപോലുള്ള ചില ട്രിപ്പുകൾ ഓട്ടോബാനിൽ കൂടെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ പല ബസ് സ്റ്റോപ്പുകളിൽ നേരത്തെ എത്താറുണ്ട്. എത്തിക്കഴിഞ്ഞാൽ അവിടെ വാഹനം സ്റ്റോപ്പ് ചെയ്ത് ആ ബസ് സ്റ്റോപ്പിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യണം എന്ന് മാത്രം. അതേപോലെ തന്നെ കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയെ അറിയിക്കണം. എന്ത് കാരണം കൊണ്ടാണ് ലേറ്റ് ആയതെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് മാത്രം. എന്ന് വെച്ചാൽ കമ്പനി എന്താണ് ലേറ്റ് ആയതെന്ന് ചോദിക്കുന്നതിന് മുമ്പേ കൃത്യമായി നമ്മൾ അറിയിച്ചിരിക്കണം എന്ന് മാത്രം. അപ്പോൾ മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നവരെ ചൂസ്.